പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മവല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം എഴുന്നേൽപ്പിച്ചവന്റെ വിവിധ അനുഭവങ്ങൾ. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം കേട്ട വചനത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ പത്രോസ് തൻ്റെ അഭിഷേകത്താൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ ഭാഗം എല്ലാവർക്കും സുപരിചിതമാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വ്യക്തിയുടെ സൗഖ്യത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് 4-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നു, ഈ അത്ഭുതം പ്രാപിച്ച മനുഷ്യന് 40-ലധികം വയസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദീർഘനാളുകളായി ഒരു വിടുതലില്ലാത്ത, ദീർഘനാളുകളായി സൗഖ്യമില്ലാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ പാരമ്പര്യമായി ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് ഉറപ്പുവരുത്തിയ മനുഷ്യനെ പത്രോസിന്റെ മുന്നിൽ പകരപ്പെട്ട ദൈവത്തിന്റെ ശക്തിയാൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ നിലകളിൽ നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നു, ദൈവം എഴുന്നേൽപ്പിച്ചവന്റെ വിവിധ അനുഭവങ്ങൾ. 40 വർഷമായി എഴുന്നേൽപ്പിക്കാൻ കഴിയാത്തവനെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്തുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ. 1-ാമത്തെ ചിന്ത അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. 7-ാമത്തെ വാക്യത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചാൽ പത്രോസ് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ക്ഷണത്തിൽ അവൻ എഴുന്നേറ്റു, അവൻ്റെ കാലും മരിയാണിയും ഉറച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത് സംഭവിക്കുന്നത്, ആ നാളുകളായിട്ട് മുടന്തായി പോയ, നാളുകളായിട്ട് ഉറയ്ക്കാത്ത കാലുകളെ ദൈവം ഉറപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഇതേപോലെ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കാൻ പോവുകയാണ്. 2-ാമത്തെ ചിന്ത അവിടെ എഴുതിയിരിക്കുന്നവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. ഒന്നാമത് അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു, 2-ാമത് കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ ഈ 40 വർഷവും നടക്കാൻ കഴിയാത്ത രീതിയിൽ എവിടെയോ ഇവന്റെ മേളിൽ ഒരു ബന്ധനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അറിയാം, ഇവൻ കെട്ടപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. സാധാരണഗതിയിൽ എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ചില മാസങ്ങൾ, 6 മാസം കഴിയുന്നതോടെ ആ കുഞ്ഞ് കമന്നു വീഴുകയും പിന്നത്തത്തിൽ അത് പിടിച്ചെഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ചില മാസങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞ് നടന്ന് തുടങ്ങുന്നതായി കാണാൻ കഴിയും. പക്ഷേ ഇവന്റെ ജീവിതത്തിൽ മാത്രം 40 വർഷമായിട്ടും ഇവൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവന്റെ ജീവിതത്തിൽ ഇവന്റെ കാലുകളിലോ കൈകളിലോ ഒക്കെയോ കെട്ടുകൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. കെട്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നടക്കുവാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവം ഉണ്ടോ? ആത്മാവിൽ സ്വീകരിച്ചോ, നിങ്ങളെ കർത്താവ് സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റു മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെയല്ലോ ബന്ധിച്ച് തീയിൽ ഇട്ടത്,
എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനെ ഉണർത്തിച്ചു. 25-ാമത്തെ വാക്യം. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവ പുരുഷനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഞാൻ നിങ്ങൾ വായിച്ച വാക്യത്തിനകത്ത് ഒരു ആഴം. നെബൂഖദ്നേസർ ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റുകയാണ്. മന്ത്രിമാരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ 3 പുരുഷന്മാരെയല്ലോ ബന്ധിച്ച് തീയിലിട്ടത്? എന്നാൽ 25-ാമത്തെ വാക്യം നെബൂഖദ്നേസർ പറയാണ്, എൻ്റെ കണ്ണുകൊണ്ട് കാണാം, ഇതാ 4 പേർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ കെട്ടി അല്ലെങ്കിൽ ബന്ധിച്ച് തീയിലിട്ടത് ഇവർ നടക്കരുത്, ഇവർ മുമ്പോട്ട് പോകരുത്, ഇവർ രക്ഷപ്പെടരുത് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കെട്ടുകളുടെ പ്രത്യേകത, ആ കെട്ടിനകത്ത് ആഴമെന്ന് പറയുന്നത് അവൻ മുമ്പോട്ട് പോകരുത്, അവൻ ഉയരരുത്, ഹല്ലേലൂയ, അവൻ നന്മ പ്രാപിക്കരുത് എന്നുള്ള ചിന്തയിലാണ്. എന്നാൽ കെട്ടഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തീയിലാണെങ്കിലും നീ രക്ഷപ്പെടും. കെട്ടഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രതികൂലത്തിലാണെങ്കിലും നീ രക്ഷപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 40 വർഷമായ മുടന്തൻ ഇതാ കെട്ടഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയാണ്. അടുത്ത 8-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ 8-ാമത്തെ വാക്യത്തിൽ ആഴം ശ്രദ്ധിക്കണമേ. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് ദേവാലയത്തിലേക്ക് കയറുകയാണ്. എങ്കിൽ 3-ാമത്തെ ചിന്ത, ഹല്ലേലൂയ, ആ നടക്കാൻ തുടങ്ങിയവൻ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാസ്തവമായും നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. 116-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, അവൻ എൻ്റെ ബന്ധനം അഴിച്ചു. ഹല്ലേലൂയ. 116-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, അവൻ എൻ്റെ ബന്ധനം അഴിച്ചു. ബന്ധനം അഴിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ ദൈവത്തെ ശക്തമായി ആരാധിക്കും. ദൈവത്തെ ശക്തമായി ആരാധിക്കുന്നവരുടെ പ്രത്യേകത, അവർ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ പോവുകയാണ്. ഈ മനുഷ്യൻ അവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. കാരണം അവനോട് ചോദിച്ചാൽ അവൻ പറയും, ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ചെയ്തത് വലുതാണ്. ഹല്ലേലൂയ. 40 വർഷം നടക്കാൻ കഴിയാതെ, 40 വർഷം മുമ്പോട്ട് പോകാൻ കഴിയാതെ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അമ്മയുടെ ഉദരം മുതൽ, ഹല്ലേലൂയ, ആ ഗർഭം മുതൽ അവൻ മുടന്തനാണ്. അവനെ ചിലവർ ചുമന്നുകൊണ്ട് വന്ന് ദേവാലയത്തിൽ ഇരുത്തുമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇവനെ ഇരുത്തുവാനും ഇവനെ കിടത്തുവാനും ഇവനെ എടുക്കുവാനും ഒക്കെ ആളുണ്ട്. പക്ഷെ ഇവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. എന്നാൽ യേശുവിൻ്റെ മാർഗത്തിൻ്റെ പ്രത്യേകത നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എങ്കിൽ 3-ാമത്തെ ചിന്ത, ഹല്ലേലൂയ, ഇവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആരാധിക്കുന്നവരോട് 4-ാമത്തെ നന്മ വിളിച്ചു പറയാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. ഹല്ലേലൂയ. 40 വർഷം ഇവന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വാഗ്ദത്തത്തിലേക്ക് 8-ാമത്തെ വാക്യം പറയുന്നു, അവൻ നടന്നും തുള്ളിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഹല്ലേലൂയ. മുടന്തനായ, ശപിക്കപ്പെട്ട, ഹല്ലേലൂയ, നന്മകൾ പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ഹല്ലേലൂയ, വർഷങ്ങളായ തൻ്റെ ആഗ്രഹമായ ആലയത്തിൻ്റെ അകത്തേക്ക് അവൻ കയറുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്നും ദൈവം, ഹല്ലേലൂയ, നിങ്ങളെ നടത്തുമെന്നും നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നന്മകൾ പ്രാപിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ മനുഷ്യനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ പ്രസാദമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു എഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ 5-ാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും കരയിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. ഹല്ലേലൂയ. അവൻ ദേവാലയത്തിൽ നടക്കുന്നതും, ഹല്ലേലൂയ, അവൻ ദൈവത്തെ പുകഴ്ത്തുന്നതും അവിടെ നിന്ന് മുഴുവൻ ജനവും കണ്ടു. ഹല്ലേലൂയ. ജനമൊക്കെയും കണ്ടെന്ന് അവിടെ എഴുതിക്കുന്നു. ഒരാൾ കണ്ടെന്നല്ല, 2 പേര് കണ്ടെന്നല്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ ഇവൻ തകർന്നത്, ഇന്നലകളിൽ മുടന്തനായിരിക്കുന്നത്, ഇന്നലകളിൽ യാചകനായിരിക്കുന്ന കണ്ട ജനം മുഴുവൻ ദൈവത്താൽ അവൻ നടക്കുന്നത് കാണുകയാണ്. എന്നെ കേൾക്കുന്ന തകർന്നു പോയ, എന്നെ കേൾക്കുന്ന കരയുന്ന ചിലരോട് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവശക്തിയിൽ നീ എഴുന്നേൽക്കുമെങ്കിൽ, ദൈവത്താൽ നീ നടക്കപ്പെടുമെങ്കിൽ, അല്ലെങ്കിൽ ഈ നന്മ നിന്റെ വെളിയിൽ വെളിപ്പെട്ടിരിക്കും. നീ തളർന്നു പോയത് കണ്ടവർ, നീ ഉടഞ്ഞു പോയത് കണ്ടവർ, നിനക്ക് ഇനി ഉയരാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചവരെ അവരുടെ കണ്ണുകൾക്ക് വിസ്മയമാകുന്ന രീതിയിൽ, അവരുടെ കണ്ണുകൾക്ക് ആശ്ചര്യമാകുന്ന രീതിയിൽ എൻ്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ ജനം മുഴുവൻ അവൻ്റെ ഉയർച്ച കാണുകയാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, ഈ അനുഭവങ്ങൾ എന്നെ കേൾക്കുന്നവരെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന
കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്തും എഴുന്നേൽപ്പ് സംഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ഇവർ നടക്കട്ടെ. ഇവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവരെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കട്ടെ. ഇവർ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് ഇവരെ ദൈവം മാനിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് സ്തുതിക്കുന്നു. ഈ പ്രഭാതം ഒരു നന്മയുടെ പ്രഭാതമാക്കണമേ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരുമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവ നന്മകൾ പ്രാപിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.